Hi friends, welcome to St. Mary's Learning Academy Iratupeta. St. Mary's Learning Academy Iratupeta, CATET Category 1, Category 2, Category 3, Category 4 ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സുകൾ നടന്നു വരുന്നു. ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിനും ക്ലാസ്സുകളെക്കുറിച്ച് അറിയുന്നതിനുമായി 790-724-1846 9497489746 എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ജനുവരി 9, 2021 നടന്ന കേറ്ററ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കേറ്ററ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ എൻവയോൺമെന്റ് സ്റ്റഡീസ് അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. 61 മുതൽ 90 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 61ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ചിത്രശലഭം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ചക്കരശലഭം, ബി ഗരുഡശലഭം, സി കൃഷ്ണശലഭം, ഡി വിലാസിനി. ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇൻ കേരള ഗരുഡശലഭം. സദേൺ ബേർഡ് വിങ്. ക്വസ്റ്റ്യൻ നമ്പർ 62. ഈസിഡ് ഈജിപ്തി പരത്തുന്ന രോഗങ്ങൾ ഏത്? ഓപ്ഷൻ എ ഡെങ്കി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി, ബി മലേറിയ, മഞ്ഞപ്പനി, ഡെങ്കി, ഓപ്ഷൻ സി മന്ത്, ചിക്കൻ ഗുനിയ, മലേറിയ, ഓപ്ഷൻ ഡി മഞ്ഞപ്പനി, മലേറിയ, ഡെങ്കി. ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഡെങ്കി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി. ഈസിഡ് ഈജിപ്തി പരത്തുന്ന രോഗം ഡെങ്കി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി. പഠന നേട്ടവുമായി ബന്ധമില്ലാത്തത് ഏത്? വിച്ച് വൺ ഈസ് നോട്ട് റിലേറ്റഡ് ടു ലേണിംഗ് ഔട്ട്കംസ്? ഓപ്ഷൻ എ ഹ്രസ്വകാലത്തിലൂടെയും ദീർഘകാലത്തിലൂടെയും നേടാവുന്ന പഠന നേട്ടങ്ങളുണ്ട്. ബി പാഠഭാഗം ആസൂത്രണം ചെയ്യുന്ന സമയത്താണ് പഠന നേട്ടങ്ങൾ തയ്യാറാക്കുന്നത്. സി പഠന നേട്ടങ്ങൾ നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമാണ്. ഡി പഠിതാവിന് ആർജിക്കാൻ കഴിയുന്ന അറിവും ശേഷിയും മനോഭാവവും മൂല്യങ്ങളും പഠന നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ഇതിൻ്റെ അകത്ത് ശരി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. പാഠഭാഗം ആസൂത്രണം ചെയ്യുന്ന സമയത്താണ് പഠന നേട്ടങ്ങൾ തയ്യാറാക്കുന്നത്. ലേണിംഗ് ഔട്ട്കംസ് ആർ ഫോർമുലേറ്റഡ് അറ്റ് ദി ടൈം ഓഫ് പ്ലാനിംഗ് ലെസൺ. 64ാമത്തെ ക്വസ്റ്റ്യൻ. ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യൽ എന്ന ശേഷി പരിസര പഠന സമീപനത്തിലെ ഏതു മേഖലയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഡിസൈനിങ് സ്കിൽ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഡൊമെയിൻ ഓഫ് എൻവയോൺമെന്റൽ സയൻസ് അപ്രോച്ച്? എ സർഗാത്മക മേഖല അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി, ബി വിജ്ഞാന മേഖല നോളജ് ഡൊമെയിൻ, സി പ്രയോഗ മേഖല ആപ്ലിക്കേഷൻ ഡൊമെയിൻ, ഡി പ്രക്രിയ മേഖല പ്രോസസ് ഡൊമെയിൻ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. സർഗാത്മക മേഖല അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഡൊമെയിൻ. ക്വസ്റ്റ്യൻ നമ്പർ 65. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യമായിട്ട് പുറത്തു വരുന്ന ഭാഗം ഏതാണ്? When seed germinates, which part comes out first? ഓപ്ഷൻ എ ബീജപത്രം കോളിഡൻ, ബി ബീജശീർഷം ല്യൂമോൾ, ഓപ്ഷൻ സി ബീജമൂലം റാഡിക്കിൾ, ഓപ്ഷൻ ഡി ബീജാന്നം എൻഡോസ്പേം. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ബീജമൂലം റാഡിക്കിൾ. താഴെ പറയുന്നവയിൽ പൂക്കൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് പിഗ്മെന്റ് ഗീവ്സ് കളർ ടു ഫ്ലവേഴ്സ്? ആന്ത്രോസൈനിൻ, കെരാറ്റിൻ, റെഡോപ്സിൻ, ക്ലോറോഫിൽ. വിച്ച് ഓഫ് ദി ഫോളോയിങ് പിഗ്മെന്റ് ഗീവ്സ് കളർ ടു ഫ്ലവേഴ്സ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആന്ത്രോസൈനാനിൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 67. വിച്ച് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന നൃത്ത നാടക കലാരൂപം ഏത്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീനമായ സംസ്കൃത നൃത്ത നാടക കലാരൂപം ഏത്? Which ancient Sanskrit theatre art of Kerala is included in Heritage List of UNESCO? കഥകളി, തുള്ളൽ, കൂടിയാട്ടം, കേരള നടനം. ശരി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, കൂടിയാട്ടം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ കൂടിയാട്ടം. 68. പരിസര പഠന ക്ലാസ്സിൽ കുട്ടികളുടെ പ്രതികരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എ. കുട്ടികളുടെ ചിന്താ രീതി മനസ്സിലാക്കുന്നതിന്. ബി. കുട്ടികൾ നൽകുന്ന ഉത്തരങ്ങളുടെ ശരി തെറ്റുകൾ മനസ്സിലാക്കുന്നതിന്. സി. കുട്ടികളുടെ മനസ്സിൽ നടക്കുന്ന പ്രക്രിയ അറിയുന്നതിന്. ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്ന എയും ബിയും, ബി എയും സിയും, സി ബിയും സിയും, ഡി എയും ബിയും സിയും. ശരി ഉത്തരം ആയിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ്, എയും ബിയും സിയും. എല്ലാ ഓപ്ഷൻസും ശരിയാണ്. അതായത് എ ബി സി മൂന്നും കൂടെ കൂടിയതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 69ാമത്തെ ചോദ്യം. നിരീക്ഷിക്കൽ എന്ന പ്രക്രിയാശേഷിയുടെ സൂചകമല്ലാത്തത് ഏതാണ്? It is not an indicator of the process skill observing. എ. വസ്തുക്കളെ തിരിച്ചറിയുന്നു. ബി. അനുയോജ്യമായ ഇന്ദ്രിയങ്ങളുടെ സാധ്യത ഉപയോഗപ്പെടുത്തുന്നു. സി. വസ്തുക്കളുടെ സ്വഭാവങ്ങൾ വിശദീകരിക്കുന്നു. ഡി. ആവശ്യമായ ദത്തങ്ങൾ തിരിച്ചറിഞ്ഞ് വ്യാഖ്യാനിക്കുന്നു. ശരി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, ആവശ്യമായ ദത്തങ്ങൾ തിരിച്ചറിഞ്ഞ് വ്യാഖ്യാനിക്കുന്നു. ഐഡന്റിഫൈസ് ഡേറ്റ നീഡ് ആൻഡ് ഇന്റർപ്രറ്റ്. 70ാമത്തെ ചോദ്യം. കരക്കാറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? വിച്ച് ഈസ് ട്രൂ അബൌട്ട് ലാൻഡ് ബ്രീസ്? സമുദ്രത്തിന് മുകളിൽ കരയിലുള്ളതിനേക്കാൾ ഉയർന്ന അന്തരീക്ഷമർദ്ദം രൂപപ്പെടുമ്പോഴാണ് കരക്കാറ്റ് ഉണ്ടാകുന്നത്. ലാൻഡ് ബ്രീസ് occur when the atmospheric pressure is higher than land. ബി. രാത്രി കാലങ്ങളിലാണ് കരക്കാറ്റ് ഉണ്ടാകുന്നത്. ലാൻഡ് ബ്രീസ് occur during night. സി. രാത്രിയിൽ സമുദ്രത്തിന് മുകളിലുള്ള വായുവിന് കരയിലുള്ള വായുവിനേക്കാൾ ചൂട് കൂടുതലായിരിക്കും. എയർ ഓവർ ദി ഓഷൻ ഈസ് വാർമർ ദാൻ ലാൻഡ് ഡ്യൂറിങ് നൈറ്റ്. ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്ന എ ശരിയാണ്, ബി തെറ്റാണ്. ബി എയും ബിയും ശരിയാണ്. സി എ ശരിയും സി തെറ്റുമാണ്. ഡി ബിയും സിയും ശരിയാണ്. ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ്, ബിയും സിയും ശരിയാണ്. രാത്രി കാലങ്ങളിലാണ് കരക്കാറ്റ് ഉണ്ടാകുന്നത്. രാത്രിയിൽ സമുദ്രത്തിന് മുകളിലുള്ള വായുവിന് കരയിലുള്ള വായുവിനേക്കാൾ ചൂട് കൂടുതലായിരിക്കും. ഈ രണ്ട് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. 71ാമത്തെ ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയായ കാലക്രമം ഏത്? ചൂസ് കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ഇവന്റ്സ്. എ. ചമ്പാരൻ സത്യാഗ്രഹം, ഡണ്ഡി മാർച്ച്, ജാലിയൻ വാലാബാഗ് നിസ്സഹകരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ ബി. ചമ്പാരൻ സമരം, നിസ്സഹകരണ സമരം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഡണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ സി. ചമ്പാരൻ സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, നിസ്സഹകരണ സമരം, ദണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ മാർച്ച്. ഓപ്ഷൻ ഡി. ചമ്പാരൻ സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ്, ദണ്ഡി മാർച്ച്, നിസ്സഹകരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം. ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓർഡർ. ചമ്പാരൻ സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല,
നിസ്സഹകരണ സമരം, ദണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ സമരം. ഇതാണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 72. ജലത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? Which among the following is not a property of water? എ ഒരു പോളാർ തന്മാത്രയാണ്. എ പോളാർ മോളിക്യൂൾ. കേശുകത്വം കാപ്പിലാരിറ്റി. സി ഉയർന്ന പ്രതല ബലം ഹൈ സർഫേസ് ടെൻഷൻ. ഡി കുറഞ്ഞ ആപേക്ഷിക താപം ലോ സ്പെസിഫിക് ഹീറ്റ്. ശരി ഉത്തരമായിട്ട് വരുന്ന ലോ സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ കുറഞ്ഞ ആപേക്ഷിക താപം. 73. ശരിയായത് ഏത്? വിച്ച് വൺ ഈസ് ട്രൂ? ഖരപദാർത്ഥങ്ങളിൽ താപ കൈമാറ്റം നടക്കുന്നത് ചാലനത്തിലൂടെയും സംവഹനത്തിലൂടെയും ആണ്. ബി ദ്രാവകങ്ങളിൽ സംവഹനത്തിലൂടെയും വികരണത്തിലൂടെയും താപ കൈമാറ്റം നടക്കുന്നുണ്ട്. സി വികരണത്തിലൂടെ താപപ്രേഷത്തിന് മാധ്യമത്തിന്റെ ആവശ്യം ഇല്ല. ഡി സംവഹനത്തിൽ ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. വികരണത്തിലൂടെയുള്ള താപപ്രേഷണത്തിന് മാധ്യമത്തിന്റെ ആവശ്യം ഇല്ല. ഹീറ്റ് ട്രാൻസ്ഫർ ത്രൂ റേഡിയേഷൻ ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം. 74. ചോദ്യം. കേരളത്തിന്റെയും ഡാഷിന്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ഗ്രേറ്റ് ഹോൺബിൽ ഈസ് ദി സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള ആൻഡ് ഡാഷ്. എ നാഗാലാൻഡ്. സി ആസാം. ഡി അരുണാചൽ പ്രദേശ്. ഡി മിസോറാം. ശരി ഉത്തരമായിട്ട് വരുന്ന അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശിന്റെയും കേരളത്തിന്റെയുമാണ് ഹോൺബിൽ. 75. ചോദ്യം. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ പ്രകാശ തരംഗങ്ങളുടെ തരംഗ ദൈർഘ്യം കുറയുന്നതനുസരിച്ചുള്ള ക്രമം ഏത്? എ റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, അൾട്രാ വയലറ്റ് തരംഗങ്ങൾ, എക്സ്റേ. ബി റേഡിയോ തരംഗങ്ങൾ, അൾട്രാ വയലറ്റ് തരംഗങ്ങൾ, എക്സ്റേ, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ. സി ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങൾ, എക്സ്റേ, അൾട്രാ വയലറ്റ് തരംഗങ്ങൾ. ഓപ്ഷൻ ഡി ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, അൾട്രാ വയലറ്റ് തരംഗങ്ങൾ, എക്സ്റേ, റേഡിയോ തരംഗങ്ങൾ. ശരി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, അൾട്രാ വയലറ്റ് തരംഗങ്ങൾ, എക്സ്റേ. റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, അൾട്രാ വയലറ്റ് റേസ് ആൻഡ് എക്സ്റേസ്. 76. ചോദ്യം. അപൂർണ രൂപാന്തരണം കാണിക്കുന്ന ജീവികളുടെ ശരിയായ ഗ്രൂപ്പ് ഏത്? Which is the correct group of organisms showing incomplete metamorphosis? എ ഉറുമ്പ്, തവള, ഈച്ച, കൊതുക്. ബി ചിതൽ, തുമ്പി, പുൽച്ചാടി, പാറ്റ. സി പൂമ്പാറ്റ, തേനീച്ച, കുഴിയാന, ഉറുമ്പ്. ഡി കടന്നൽ, ചെള്ള്, ചിതൽ, ഈച്ച. ശരി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. ചിതൽ, തുമ്പി, പുൽച്ചാടി, പാറ്റ. ടെർമിറ്റീസ്, ഡ്രാഗൺ ഫ്ലൈ, ഗ്രാസ് ഹോപ്പർ, കോക്രോച്ച്. 77. അന്വേഷണാത്മക പഠനത്തിൽ കൂടുതൽ എണ്ണം പ്രക്രിയാശേഷികളുടെ വികാസം സാധ്യമാകുന്ന ഘട്ടം ഏതാണ്? എ പ്രശ്നം ഏറ്റെടുക്കുന്ന ഘട്ടം, എൻഗേജ്. ബി അന്വേഷണ ഘട്ടം, എക്സ്പ്ലോർ. സി കണ്ടെത്തൽ വിനിമയം ചെയ്യുന്ന ഘട്ടം, എക്സ്പ്ലെയിൻ. ഡി തുടർ പ്രവർത്തന ഘട്ടം, എക്സ്റ്റെൻഡ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. അന്വേഷണ ഘട്ടം, എക്സ്പ്ലോർ. അന്വേഷണ ഘട്ടം അല്ലെങ്കിൽ എക്സ്പ്ലോർ എന്നാണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ സൂര്യഗ്രഹണവുമായി 78. ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? സൂര്യനോടൊപ്പം ചന്ദ്രനും ഉദിക്കുന്നു. ബി സൂര്യനും ഭൂമിക്കും ഇടയിലാണ് ചന്ദ്രന്റെ സ്ഥാനം. സി അമാവാസിയിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. ഡി സൂര്യാസ്തമയ സമയത്താണ് ചന്ദ്രൻ ഉദിക്കുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ
ഡി ആണ്. സൂര്യാസ്തമയ സമയത്താണ് ചന്ദ്രൻ ഉദിക്കുന്നത്. 79ാമത്തെ ചോദ്യം, താഴെ നൽകിയവയിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ ഗ്രൂപ്പ് ഏതാണ്? വാട്ടർ സോലബിൾ വൈറ്റമിൻ ഗ്രൂപ്പ്. വിറ്റമിൻ ഇ, വിറ്റമിൻ സി, ഓപ്ഷൻ ബി വിറ്റമിൻ കെ, വിറ്റമിൻ ഡി, ഓപ്ഷൻ സി വിറ്റമിൻ ബി, വിറ്റമിൻ എ, ഓപ്ഷൻ ഡി വിറ്റമിൻ ബി ഗ്രൂപ്പ്, വിറ്റമിൻ സി. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വിറ്റമിൻ ബി, വിറ്റമിൻ സി. വിറ്റമിൻ ബി ഗ്രൂപ്പ്, വിറ്റമിൻ സി. 80. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ആശയമായി പരിഗണിക്കാവുന്ന ഏതാണ്? Which of the following is considered as a concept? പ്രകാശത്തിന് നേരെ സസ്യഭാഗങ്ങൾ വളയുന്നു. ബി. സസ്യങ്ങളുടെ ഇലകൾക്ക് പച്ച നിറമാണ്. സി. ഇലമുള്ളുള്ള ഭാഗത്തേക്ക് സസ്യങ്ങളുടെ വേരുകൾ വളരുന്നു. ഡി. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് പ്രകാശം ആവശ്യമാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് പ്രകാശം ആവശ്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണ് ഏതാണ്? എ. കറുത്ത പരുത്തി മണ്ണ്, ബി. വനമണ്ണ്, സി. എക്കൽ മണ്ണ്, ഡി. വെട്ടുകൽ മണ്ണ്. ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ, മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ കേരള. 82. വിലയിരുത്തൽ തന്നെ പഠനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഐഡന്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ് which is not a function of assessment as learning. എ. പഠനം സ്വയം ക്രമീകരിക്കാൻ കഴിയുന്നു. ബി. തന്റെ പഠനത്തെക്കുറിച്ച് കൃത്യതയുള്ള നിരീക്ഷണവും വ്യാഖ്യാനവും. സി. തന്റെ പഠന വിടവ് സ്വയം മനസ്സിലാക്കുന്നു. ഡി. പഠന പുരോഗതി സ്വയം വിലയിരുത്തുന്നു. ഇതിന്റെ ശരിയായ ഉത്തരം 82ാമത്തെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. തന്റെ പഠന വിടവ് സ്വയം മനസ്സിലാക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് വൺസ് ഓൺ ലേണിംഗ് ഗ്യാപ്പ്. 83ാമത്തെ ചോദ്യം കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. COVID-19 രോഗത്തിന് കാരണമായ രോഗകാരി ഏത്? വിച്ച് ഈസ് ദി പത്തോജൻ കോസിംഗ് COVID-19? സാർസ് CoV-1, സാർസ് CoV-2, മെർസ് CoV-1, മെർസ് CoV. ഇതില് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്ന 83ാമത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. സാർസ് CoV-2. സാർസ് CoV-2. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 84. പരിസര പഠനം കൈകാര്യം ചെയ്യുന്ന ടീച്ചർക്ക് പ്രാഥമികമായി വേണ്ടത് എന്താണ്? എ. പഠന പ്രക്രിയയിലുള്ള ധാരണ. ബി. ഉള്ളടക്കത്തിൽ ഉയർന്ന തലത്തിലുള്ള ജ്ഞാനം. സി. അടിസ്ഥാന ആശയങ്ങളിലും വസ്തുക്കളിലുമുള്ള ധാരണ. ഓപ്ഷൻ എ ആയിട്ട് നൽകിയിരിക്കുന്ന എയും സിയും, ബി ആയിട്ട് നൽകിയിരിക്കുന്ന എയും ബിയും, സി ആയിട്ട് നൽകിയിരിക്കുന്ന എയും ബിയും സിയും, ഡി ആയിട്ട് നൽകിയിരിക്കുന്ന ബിയും സിയും. ഇതിൻ്റെ അകത്ത് ശരി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. എയും സിയും പഠന പ്രക്രിയയിലുള്ള ധാരണ, അതുപോലെ തന്നെ അടിസ്ഥാന ആശയങ്ങളിലും വസ്തുതകളിലുമുള്ള ധാരണ. 85ാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ ആൽക്കലിയുടെ സ്വഭാവമല്ലാത്തത് ഏത്? Which of the following is not a characteristic of alkali? ചുവന്ന ലിറ്റ്മസ് നീലയാക്കുന്നു, നീല ലിറ്റ്മസിനെ ചുവപ്പാകുന്നു, ചവർപ്പുള്ള സാദ് വഴുവഴുപ്പുള്ളത്. ശരി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ഇറ്റ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. 86. ആശയ ഭൂപടവുമായി യോജിക്കാത്തത് ഏത്? Which one is unmatched with concept map? ഒരു യൂണിറ്റിലെ പഠനാശയങ്ങളെ ക്രമീകരിക്കാൻ സഹായിക്കുന്നു. ബി. ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കാണിക്കുന്നു. സി. ആശയ ഭൂപടം ഒരു ത്രിമാന ചിത്രീകരണമാണ്. ഡി. പാഠഭാഗങ്ങളുടെ ആസൂത്രണത്തിനും പഠിതാവിനെ വിലയിരുത്തലിനും സഹായിക്കുന്നു. ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പാഠഭാഗങ്ങളുടെ ആസൂത്രണത്തിനും പഠിതാവിനെ വിലയിരുത്തുന്നതിനും സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു പ്ലാൻ ലെസൺ ആൻഡ് അസസ് ദി ലേണർ. 87ാമത്തെ ചോദ്യം രേഖാംശവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്?
It is true about geographical coordinate longitude. ഭൂമിയുടെ വടക്ക് നിന്നും തെക്ക് ഭാഗത്തേക്ക് പോകുന്ന സാങ്കല്പിക രേഖകൾ ബി. ഭൂമധ്യ രേഖയെ 90 ഡിഗ്രിയിൽ മുറിച്ച് കടക്കുന്നു. സി. ഒരിക്കലും കൂട്ടിമുട്ടാത്ത സമാന്തര രേഖകൾ ആണ്. ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്ന എയും ബിയും, ബി എയും സിയും, സി എ മാത്രം, ഡി എയും ബിയും സിയും. 87ാമത്തെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എയും ബിയും സിയും. എല്ലാ പ്രസ്താവനകളും അതിൻ്റെ അത് വരുന്നു. 88 ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? ഓപ്ഷൻ എ തരംഗ ദൈർഘ്യം കൂടിയതുകൊണ്ട് വിസരണം കുറവായതുകൊണ്ടും, ബി തരംഗ ദൈർഘ്യവും വിസരണവും കുറവായതുകൊണ്ട്, സി തരംഗ ദൈർഘ്യവും വിസരണവും കൂടിയതുകൊണ്ട്, ഡി തരംഗ ദൈർഘ്യം കുറവും വിസരണം കൂടിയതും കൊണ്ട്. ശരി ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, തരംഗ ദൈർഘ്യം കൂടിയതുകൊണ്ടും വിസരണം കുറവായതുകൊണ്ടും. ലോങ് വേവ് ലെങ്ത് ആൻഡ് ലെസ് സ്കാറ്ററിംഗ്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 89. ദിക്കുകൾ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം ഏത്? Which is most suitable learning strategy for identifying direction? എ പരീക്ഷണം അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്, ബി നിരീക്ഷണം ഒബ്സർവേഷൻ, സി ഗ്രൂപ്പ് ചർച്ച ഗ്രൂപ്പ് ഡിസ്കഷൻ, ഡി പ്രോജക്റ്റ്. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്, നിരീക്ഷണം അല്ലെങ്കിൽ ഒബ്സർവേഷൻ. 90ാമത്തെ ചോദ്യം EVSന്റെ അവസാനത്തെ ചോദ്യമാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ. ശരി ഉത്തരമായിട്ട് വരുന്ന നവംബർ 19. നവംബർ 19 ആണ്. നവംബർ 12. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്ന നവംബർ 12. നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ നവംബർ 12. നവംബർ 12 ആണ് ദേശീയ പക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് കാറ്റഗറി 1 2021 ജനുവരി 9 നടന്ന പരീക്ഷയുടെ EVSന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സെന്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്.